ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയ ഔട്ടിങ്ങും പിന്നെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ചെറിയ വ്ളോഗാണ്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ടെറസിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ചെറിയൊരു വെജിറ്റബിൾ ഗാർഡനാണ്. സാധാരണ എല്ലാ വർഷവും ഉണ്ടാക്കാറുള്ളത് തന്നെയാണ്. പക്ഷേ ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ആ പഴയ മണ്ണും അതുപോലെ ചട്ടിയൊക്കെ ഇവിടെ പ്രാവുകൾ നന്നായിട്ട് നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുമല്ല, നമ്മൾ വിത്തൊക്കെ കുഴിച്ചിട്ടിട്ട് അത് മുളച്ച് വരുന്ന ആ ഒരു ടൈമിൽ അവർ കൊത്തിയിട്ട് പോവാറാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ക്ലിങ് ഫിലിമൊക്കെ വെച്ചിട്ട് നല്ലോണം കെയർ ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള തൈകളാണ്. ഇതിൽ തന്നെ പല ഇലകളിലും പ്രാവുകൾ കൊത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഭയങ്കര തണുപ്പാണ്. അതുകൊണ്ടാണോന്ന് അറിയില്ല, ഇതിൻ്റെ ഇലകളൊക്കെ ആ പച്ച നിറമൊക്കെ ഒന്ന് മാറിയിട്ട് വേറൊരു കളറായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് വിത്തും അതുപോലെ കുറച്ച് തക്കാളിൻ്റെ തൈകളും മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്രാവശ്യം പ്രാവുകളുടെ ശല്യം കുറച്ച് കൂടുതലാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഈ ബിൽഡിങ്ങിൻ്റെ വിൻഡോ സൈഡിലൊക്കെ നിറയെ പ്രാവുകൾ ഇരിക്കുന്നുണ്ട്. ഈ പ്രാവുകളുടെ ശല്യം ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ സീഡുകൾ ഇതേപോലെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുള്ളത്. ഇത് ഞാൻ നാട്ടിൽ പോണതിൻ്റെ കുറച്ച് മുന്നായിട്ട് ഉണ്ടാക്കിയെടുത്ത കുറച്ച് തക്കാളികളും അതുപോലെ പുതിനയാണ്. അന്നൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ തക്കാളികളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ്. ഇപ്രാവശ്യം ഞാൻ പുതിനയും തക്കാളിൻ്റെ കൂടെ തന്നെ വെണ്ടയ്ക്കയും അതുപോലെ വഴുതനങ്ങയും കൂടി വിത്ത് മുളപ്പിച്ചെടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്കൊക്കെ നമ്മൾ കുഴിച്ചിട്ടിട്ടൊന്ന് മുളച്ച് വരുന്ന അതേ ടൈമിൽ ഈ പ്രാവുകൾ വന്നിട്ട് പിഴുതെറിയുക ചെയ്യുന്നത്. ഇതിപ്പോൾ 3-4 ഞാൻ മുളപ്പിച്ചെടുത്തിട്ട് ഒന്ന് മാത്രമാണ് ഇപ്പോൾ ബാക്കിയായിട്ടുള്ളത്. രാവിലെ ഒരു 11 മണിക്ക് ആവുന്ന സമയത്താണ് സാധാരണ വെള്ളം നനച്ചു കൊടുക്കാറുള്ളത്. ഇവിടെ രാവിലെയും വൈകുന്നേരം നല്ല തണുത്ത കാറ്റുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 11 മണിയൊക്കെ ആവുന്ന സമയത്ത് ആ വെയിലൊക്കെ ഒന്ന് ചൂട് പിടിക്കുന്ന ആ ടൈമിൽ അപ്പോഴാണ് സാധാരണ നനച്ചു കൊടുക്കാറുള്ളത്. അപ്പോൾ ഇന്നൊരു ഔട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇന്ന് ലഞ്ച് പുറത്തുനിന്നാക്കാന്ന് കരുതി. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ 1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു മണിക്കായതുകൊണ്ട് തന്നെ അധികം ദൂരമൊന്നും പോയിട്ടില്ല. നമ്മുടെ അടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിൽ തന്നെയാണ് പോയത്. അങ്ങനെ ഞാനും സുധീറാക്കിയും പൊതിച്ചോറും കുട്ടികൾ ചിക്കൻ ബിരിയാണിയാണ് എടുത്തത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കോർണിഷിൻ്റെ ഭാഗത്തു കൂടെയൊക്കെ ഒന്ന് കറങ്ങി. അങ്ങനെ മർജാൻ ഐലൻഡിൻ്റെ ഭാഗത്തെത്തിയപ്പോൾ അവിടെ 2 പേര് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു.
അവർക്ക് നമ്മൾ ചെല്ലുന്നതിന് മുന്നേ തന്നെ ഒരു വലിയൊരു ഫിഷിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവർ മീൻ പിടിക്കുന്നതൊക്കെ നോക്കി നിന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഐലൻഡിലേക്ക് പോയി. അങ്ങനെ ആ പാർക്കിലൂടെ കുറച്ച് നേരമൊക്കെ ഒന്ന് നടന്ന് ഈ ഒരു ടവറിൻ്റെ മുകളിലേക്കൊന്ന് കയറാൻ പോയതാണ്. പക്ഷെ അതിൻ്റെ എൻട്രൻസ് അവർ പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ അവർ വിസിറ്റേഴ്സിനെ അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ടാണ് തോന്നുന്നത് അത് ലോക്കാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കയറിയാൽ നമുക്ക് ആ കോർണിഷും ഐലൻഡൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. അവിടെ ഐലൻഡിൻ്റെ ഉള്ളിലും കുറേ പേരിരുന്നിട്ട് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഇരിക്കുന്നതുകൊണ്ടാവാം അത്യാവശ്യം നന്നായിട്ട് തന്നെ അവർക്ക് മീനിനെ കിട്ടുന്നുണ്ട്. അങ്ങനെ ലൈവായിട്ട് മീൻ പിടിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു. അവർക്ക് എല്ലാവർക്കും ഒരേ ടൈപ്പ് മീനിനാണ് കേട്ടോ കിട്ടുന്നത്. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ഫിഷിങ്ങൊക്കെ കണ്ടു നിന്ന് പിന്നെ കുറച്ച് വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഐലൻഡിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു പോന്നു. ഒരു ചെറിയ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ലുലുവിലും കൂടി ഒന്ന് കയറി. നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും മഞ്ഞ വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്തേക്ക് പ്ലം കേക്കൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങാനായിട്ടും കൂടി കയറിയതാണ്. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ തിരിച്ചു പോവാണ്. ഇനിയിപ്പോൾ ഇന്ന് കാര്യമായിട്ട് പ്രോഗ്രാംസ് ഒന്നുമില്ല. ഇനിയിപ്പോൾ നേരെ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയ്ക്കായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ ഒരു ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.